നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. ഇന്ന് ഫെബ്രുവരി 10 തിങ്കൾ 2025. പ്രധാന വാർത്തകളിലേക്ക്. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെ രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് നൽകി. മുഖ്യമന്ത്രിക്കൊപ്പം BJP നേതാവും മണിപ്പൂരിലെ മറ്റ് മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബിരേൻ സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജി. മണിപ്പൂർ കലാപത്തിനിടെ നിരവധി തവണ മുഖ്യമന്ത്രി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും BJP കേന്ദ്ര നേതൃത്വം ഇത് അംഗീകരിച്ചിരുന്നില്ല. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്ത BJP സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ടെന്ന് കാട്ടി ലഫ്റ്റനന്റ് ഗവർണറെ കാണാൻ അനുമതി നേടി. ദില്ലി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവാണ് ഗവർണർക്ക് കത്ത് നൽകിയത്. 48 MLA-മാർക്കൊപ്പം ഗവർണറെ കാണാനാണ് അനുമതി തേടിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതിന് പിന്നാലെ രാജി സമർപ്പിച്ച് ഡൽഹി മുഖ്യമന്ത്രി അതീഷി മർലേന. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ നേരിട്ട് കണ്ടാണ് അതീഷി രാജി സമർപ്പിച്ചത്. അതിന് പിന്നാലെ രാജ്യാന്തര തലസ്ഥാനത്തെ 7ാം മന്ത്രിസഭ പിരിച്ചുവിടുന്നതായി ഗവർണർ അറിയിച്ചു. ജയിൽ മോചിതനായ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാടകീയമായി രാജി പ്രഖ്യാപിച്ചതോടെയാണ് അതീഷി ഡൽഹിയുടെ മുഖ്യമന്ത്രി ആയത്. ഡൽഹി തെരഞ്ഞെടുപ്പ് BJPക്കുണ്ടായ വിജയത്തിന് കാരണക്കാർ കോൺഗ്രസ് ആണെന്ന് ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP വിരുദ്ധ രാഷ്ട്രീയം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവില്ലെന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിനും AAPക്കും യോജിച്ച നിൽക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കുന്ന 487 പേരിൽ അമേരിക്ക നൽകിയ 298 പേരുടെ വിവരങ്ങൾ മാത്രമെന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി വേണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഇനി 487 ഇന്ത്യക്കാരെയാണ് അമേരിക്ക തിരിച്ചയക്കുക എന്നാണ്. തിരിച്ചയക്കുന്ന ആളുകളെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ അമേരിക്ക ഇന്ത്യക്ക് കൈമാറേണ്ടതുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ കൈയും കാലും വിലങ്ങും അണിയിച്ചാണ് നാട് കടത്തിയെന്നും ചെറിയ രാജ്യങ്ങൾ പോലും ഇതിനെ എതിർത്തുവെന്നും എന്നാൽ ഇന്ത്യ മാത്രമാണ് ഒന്നും ചെയ്യാതിരുന്നതെന്നും കേന്ദ്രത്തെ വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിദേശകാര്യമന്ത്രി അടക്കം ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യവിഭാഗത്തിന് കൈമാറി DGP ഇന്ന് ഉത്തരവിറക്കും. ഓരോ സ്കൂളുകളിലും പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചായിരിക്കും കേസന്വേഷണം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആനന്ദ് കുമാറിനെ പോലീസ് വൈകാതെ ചോദ്യം ചെയ്യും. പ്രതിമാസം അനന്തകൃഷ്ണുവിന്റെ സംഘടനയിൽ നിന്നും ആനന്ദ് കുമാർ പ്രതിഫലം വാങ്ങിയതിന്റെ രേഖകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ റിട്ടയർഡ് ജസ്റ്റിസും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷണറുമായ CN രാമേന്ദ്രനെ 3ാം പ്രതിയാക്കി പോലീസ്. സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഡയറക്ടർ അനന്തകുമാറാണ് പെരിന്തൽമണ്ണയിൽ രജിസ്റ്റർ ചെയ്ത 1ാം കേസിൽ പ്രതി. നാഷണൽ NGO കോൺഫറൻഷൻ ചെയർമാനാണ് ആനന്ദകുമാർ. പ്രാഥമിക പരിശോധന പോലും നടത്താതെയാണ് പോലീസ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ ആരോപിച്ചു. NGO കോൺഫറൻഷന്റെ ഉപദേഷ്ടാവായിരുന്നു താനെന്നും ഫെഡറേഷന്റെ രക്ഷാധികാരി അല്ലായിരുന്നും തെറ്റിദ്ധാരണ മറ്റെന്തെങ്കിലും ആണോ കേസെടുക്കാൻ കാരണമെന്ന് അറിയില്ലെന്നും രാമേന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം മുടക്കാൻ ഒരുപാട് പേർ ഉണ്ടായിരുന്നുവെന്നും മുനമ്പം കമ്മീഷൻ ആയതുകൊണ്ടാണോ കേസ് വന്നതെന്ന് സംശയിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതിയേർത്ത ജസ്റ്റിസ് CN രാമൻ നായരെ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥാനത്ത് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. കൊച്ചി സ്വദേശി അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയത്. CN രാമേന്ദ്രൻ നായർക്കെതിരെയുള്ള FIR സഹിതമാണ് പരാതി നൽകിയിട്ടുള്ള തട്ടിപ്പ് കേസിൽ പ്രതിയായ ഒരാൾ കമ്മീഷനായി തുടരുന്നത് ശരിയല്ലെന്ന് പരാതിയിൽ പറയുന്നു. BJP നേതാവ് AN രാധാകൃഷ്ണൻ തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണൻ. സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഡയറക്ടർ അനന്തകുമാർ പറഞ്ഞതനുസരിച്ചാണ് രാധാകൃഷ്ണനുമായി സഹകരിച്ചതെന്നും AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സ്ഥാപനം ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിരുന്നുവെന്നും താമസിക്കുന്ന ഫ്ളാറ്റിൽ തെളിവെടുപ്പിന് എത്തിച്ച വേളയിൽ അനന്തകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളം ഇന്ത്യക്ക് പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്നും മന്ത്രി MB രാജേഷ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റിംഗ് പബ്ലിക് ഹിയറിംഗ് എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഗുരുതര വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടി CPM പ്രവർത്തന റിപ്പോർട്ട്. വോട്ടർമാരെ ചേർക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും പുതുതായി ചേർത്ത വോട്ടർമാരെ മനസ്സിലാക്കുന്നതിലും ജാഗ്രത കുറവുണ്ടായെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷ സമയം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജോൺ നിവേദനം നൽകി. എല്ലാ പരീക്ഷകളും ഉച്ചയ്ക്ക് ശേഷം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇസ്ലാം മത വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട റംദാൻ വ്രതം മാർച്ച് ആദ്യവാരം ആരംഭിക്കുമെന്നും കടുത്ത ചൂടിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ പരീക്ഷ ചെയ്യേണ്ടി വരുന്നത് വ്രതം അനുഷ്ഠിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുമെന്നും നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. വാളയാറിലെ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാകാമെന്ന് കൊച്ചി CBI കോടതി നൽകിയ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. നേരത്തെ പെൺകുട്ടിയുടെ മരണം ആത്മഹത്യ കണ്ടെത്താൻ പാലക്കാട് വിചാരണ കോടതി തള്ളിയിരുന്നു. കുട്ടികളുടെ അരക്ഷിതമായ ജീവ സാഹചര്യവും ക്രൂരമായ ലൈംഗിക ചൂഷണവും ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ദേശീയപാതയിൽ ടോൾ പിരിവ് ആരംഭിച്ചു മുതൽ 11 വർഷത്തെ കണക്കനുസരിച്ച് കരാർ പ്രകാരമുള്ള സുരക്ഷ ഒരുക്കാതെ
പാലിയേക്കര ടോൾ പ്ലാസയിൽ പിരിച്ചെടുത്തത് 1521 കോടിയെന്ന് റിപ്പോർട്ടുകൾ. സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന 11 ബ്ലോക്ക് സ്പോട്ടുകൾ 5 പരിഹാര നടപടികൾ കമ്പനി ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിലും നടത്തറ, മരത്താക്കര, പോട്ട, ആശ്രമം ജംഗ്ഷൻ, പുതുക്കാട്, കൊടക്കര, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കമ്പനി വിവരാശരേഖയിൽ പറയുന്നു. എലപ്പള്ളി ബ്രൂവറി ഭൂമി ഇടപാടിൽ OSS കമ്പനിക്കെതിരെ അനിൽ അക്കര പരാതി നൽകി. കമ്പനികൾക്ക് കേരളത്തിൽ നിയമാനുസരണം 15 ഏക്കർ പുരയിടം മാത്രമേ സ്വന്തമായി വാങ്ങുന്നതിനും കൈവശം വെക്കുന്നതിനും സാധിക്കുകയുള്ളൂ. എന്നാൽ നിയമവിരുദ്ധമായി രജിസ്ട്രേഷൻ വകുപ്പ് OSS കമ്പനിക്ക് 24.59 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകുകയും റവന്യൂ വകുപ്പ് പോക്കുവരവ് ചെയ്ത് കരം അടച്ചു നൽകുകയും ചെയ്തുവെന്നും അനിൽ ആരോപിക്കുന്നു. ഈ പ്രവൃത്തികൾ തികച്ചും നിയമവിരുദ്ധവും അഴിമതിയുമാണെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അനിൽ അക്കരെ പരാതി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകിയത്. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി മാർത്തോമ സഭ പരമാധ്യക്ഷൻ തിയോഡീഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത എലപ്പുള്ളിയിലെ മദ്യ പ്ലാന്റും പത്തനംതിട്ടയിലെ പോലീസിന്റെ അതിക്രമം അടക്കമുള്ള വിഷയങ്ങളാണ് വിമർശനം. സമൂഹത്തെ മദ്യത്തിൽ മുക്കുന്ന നീക്കമാണ് എലപ്പുള്ളിയിലെ മദ്യ പ്ലാന്റ് എന്നും മദ്യത്തിൽ മുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയാൽ അത് നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പനമരം പോലീസ് സ്റ്റേഷനിലെ CI അഷ്റഫ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച് CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ് CPM നേതാക്കൾക്കെതിരെയുള്ള പോലീസ് കള്ളക്കേസ് എടുക്കുന്നുവെന്ന് ആരോപിച്ച് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു പരാമർശം. CI അഷ്റഫ് തിരിച്ചടി അനുഭവിക്കേണ്ടി വരുമെന്നും വളരെ ഉത്തരവാദിത്തോടെ തന്നെയാണ് പറയുന്നതെന്നും അനുഭവിക്കാനുള്ള ഘട്ടമാണ് അഷ്റഫിന് വരാനുള്ളതെന്നും K. റഫീഖ് വെല്ലുവിളിച്ചു. കണ്ണൂർ ആറളം ഫാമിൽ സ്വകാര്യ സംരംഭമായുള്ള പങ്കാളിത്ത കൃഷിക്കെതിരെ ഇടത് സംഘടനകൾ സമരത്തിന് ആദിവാസി ക്ഷേമ സമിതി ഇന്ന് കുടിൽകെട്ടി സമരം തുടങ്ങും. പട്ടികവർഗ വകുപ്പിന്റെ ഭൂമി പാട്ടത്തിന് നൽകി ഫാമിനെ സ്വകാര്യവൽക്കരിക്കുന്നതാണ് ആക്ഷേപം. എന്നാൽ ഫാമിനെ ലാഭത്തിലാക്കാനും ആദിവാസി തൊഴിലാളികൾക്ക് ഉറപ്പാക്കാനുമുള്ള പദ്ധതിയാണെന്നും മാനേജ്മെന്റ് വിശദീകരിക്കുന്നു. പശ്ചിമബംഗാൾ സ്വദേശിയുടെ പേര് രേഖകളുണ്ടാക്കി വർഷങ്ങളായി തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ബംഗ്ലാദേശ് പൗരന്മാർ അറസ്റ്റിൽ. കഫീത്തുള്ള സുഹൃദ്ദീൻ, അലങ്കീർ എന്നിവരാണ് കെട്ടിട നിർമ്മാണത്തിനായി എത്തിയെന്ന വ്യാജരേഖ സമർപ്പിച്ച് കഴിഞ്ഞിരുന്നത്. കൊച്ചിയിൽ ട്രാൻസ്ജെൻഡറിനെ കമ്പിവടി ഉപയോഗിച്ച് ആക്രമിച്ച കേസിൽ 2 പള്ളുരുത്തി സ്വദേശികളെ കസ്റ്റഡിയിലെടുത്ത് ഇവരെ ചോദ്യം ചെയ്ത് വരികയാണെന്ന് പോലീസ് പറഞ്ഞു. പത്തനംതിട്ട മാലക്കര ജില്ലാ റൈഫിൾ ക്ലബ്ബിൽ നിർമ്മാണ ജോലിയിൽ നടക്കുന്ന അപകടത്തിൽ 2 പേർ മരിച്ചു. ഭീം തകർന്നു വീണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ രത്തൻ മണ്ഡൽ, ഗുഡ്കുമാർ എന്നിവരാണ് മരിച്ചത്. ഷൂട്ടിംഗ് റേഞ്ചിലെ കിടങ്ങിന്റെ ഭീമാണ് നിർമ്മാണ വേളയിൽ തകർന്നു വീണത്. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. ലോറിയുമായി കൂട്ടിയിടിച്ചിട്ട അപകടത്തിൽ കാറിൽ യാത്രയായിരുന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം S. രാജേന്ദ്രന്റെ മകൻ ആദർശ് അന്തരിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയാണ് ആദർശ്. പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്നലെ രാത്രി 8:30 അപകടം നടന്നത്. സിനിമാ സീരിയൽ നടൻ തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങര പനങ്കാവിൽ അജിത് വിജയൻ അന്തരിച്ചു. ഒരു ഇന്ത്യൻ പ്രണയകഥ, അമർ അക്ബർ, ആന്തോണി, ബാംഗ്ലൂർ ഡേയ്സ് എന്നിവിടൽ നിരവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വീടിന് സമീപത്തുള്ള കനാൽക്കരയിൽ നിൽക്കുകയായിരുന്ന മുത്തച്ഛന്റെ അരികിലേക്ക് പോകാനായി താൽക്കാലിക നടപ്പാതയിലേക്ക് കയറിയ 8 വയസ്സുകാരൻ നായയെ കണ്ടു ഭയന്ന് കനാലിൽ വീണ് മരിച്ചു. നായ കണ്ടോടെ പേടിച്ച് കാൽവഴുതി കനാലിലേക്ക് വീഴുകയായിരുന്നു. കൊട്ടാരക്കര ഇരണൂർ നിരപ്പുവിള അനീഷ് ഭവനിൽ അനീഷിന്റെയും ശാരിയുടെ മകൻ യാദവ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രി 7:30 അപകടം നടന്നത്. മുന്നണിയിൽ പൊട്ടിത്തെറി രൂക്ഷമായതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യൻ സഖ്യ നേതാക്കൾ തമ്മിൽ തല്ലി അവസാനിക്കണോ അതോ മുന്നോട്ട് പോകണമെന്ന് AAPയും കോൺഗ്രസും തീരുമാനിക്കുമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.